മുസ്ലിങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെ ഈ ജലീൽ പറഞ്ഞൊരു വിഷയമാണ് ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ വിഷയമായിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരവത്തിൽ ആൾക്കാർ ഏറ്റെടുത്തിരിക്കുന്നതുമായ ഒരു വിഷയമാണ് ഈ ഡ്രഗ് അല്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപനം അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ മയക്കുമരുന്ന് ഉപയോഗം. അതിനകത്ത് സഹായമായിട്ട് നിൽക്കുന്ന ഒരു രീതി. അപ്പം കഴിഞ്ഞ ദിവസം ജലീൽ നമ്മുടെ മുൻ മന്ത്രിയാണ്, അദ്ദേഹത്തെ ഇടതുപക്ഷ സഹയാത്രികനാണ്. ഈ പറയുന്നത് പോലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തും അല്ലെങ്കിൽ ആ മേഖലയിൽ മുസ്ലിം ലീഗിന്റെ ഇടയിലും ഒക്കെ നേരത്തെ മുസ്ലിം ലീഗിന്റെ നേതാവ് മുസ്ലിം ലീഗിന്റെ ഇടയിലും അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ വ്യക്തമായ സ്വാധീനമുള്ളതാണ്. അവിടെ എന്ത് നടക്കുന്നു എന്ന് വെളിയിൽ നിന്ന് ഉള്ള ഒരാൾക്ക് അറിയുന്നതിനെക്കാട്ടി കൂടുതൽ അറിയാൻ സാധിക്കുന്നവരാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിങ്ങളുടെ ഒരു പരിപാടിക്കകത്ത്, അതായത് മുസ്ലിം സംഘടനകൾ സംഘടിപ്പിച്ച ഒരു പരിപാടിക്കകത്ത് പറഞ്ഞത്, ഈ മലപ്പുറത്തും അല്ലെങ്കിൽ കോഴിക്കോട്ടും നിന്നും ഉള്ള മയക്കുമരുന്ന് കച്ചവടക്കാരെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം യുവാക്കളെ പരിശോധിക്കുമ്പോൾ മദ്രസകളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവർ അതിനുശേഷം മയക്കുമരുന്ന് മാഫിയയുടെയും സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും ഹവാല പണമിടപാടിന്റെയും ഒക്കെ ആൾക്കാരായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാണുന്നത്. അതായത് നമ്മളുടെ നികുതി പണത്തിനകത്തു നിന്നും മദ്രസകളിലെ പുരോഗതിക്കും അല്ലെങ്കിൽ അവരുടെ മദ്രസ അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതിനും ഒക്കെ കൃത്യമായ ഒരു 10-20 കോടിക്കപ്പുറം രൂപ ഒരു കൊല്ലം മാറ്റിവെക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലെ മദ്രസകളിൽ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ മതത്തിനകത്തെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച് അത് പഠിപ്പിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ സമൂഹത്തിന്റെ ഭാഗമായിട്ട് തീരേണ്ടതിന് പകരം ഈ കേരളത്തിനകത്തുള്ള ജനതയുടെ മൊത്തം നികുതിപ്പണം ഉപയോഗിച്ച് സമൂഹത്തിന് ദോഷമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തെയും ഒരു സമൂഹത്തെയും ഒരു ഭവനത്തെയും ഒക്കെ കൃത്യമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ ആളായിട്ട് അവരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന മദ്രസകൾ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വർത്തമാനമാണ് ജലീൽ പറഞ്ഞത്. കാരണം ജലീലിനെ മദ്രസകളെ പറ്റിയും അല്ലെങ്കിൽ അത്തരത്തിൽ മതപഠനത്തെ പറ്റിയും അല്ലെങ്കിൽ ഇത്തരത്തിൽ കേസെടുക്കുന്ന ആൾക്കാരെ പറ്റിയും അദ്ദേഹം ആ ഭാഗത്തു നിന്നുള്ള ആളായതുകൊണ്ട് അവിടെ അത് എത്രത്തോളം അതിനകത്ത് അത്തരത്തിലുള്ള ആൾക്കാർ ഉള്ളതിനെ പറ്റിയും ഒക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം സാധാരണ ഒരു മനുഷ്യന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഈ കാര്യങ്ങൾ തിരക്കി അറിയുന്നതിനും അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ MLA എന്നുള്ള രീതിയിൽ പിന്നെ ഈ പറയുന്ന സമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങി നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ അതിന് വ്യക്തത വരുത്തി പറയാൻ സാധിക്കും. കാരണം ഇതേപോലെ ഒരു ആക്ഷേപം സ്വർണ്ണക്കള്ളക്കടത്തിന്റെ സമയം വന്നപ്പോഴും വന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ആൾക്കാരുടെ ലിസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഹവാല പണമിടപാടിന്റെ ആൾക്കാരുടെ ലിസ്റ്റ് വരുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നും അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുമാണ് കൂടുതൽ എന്നുള്ള രീതിയിലേക്ക് റിപ്പോർട്ട് വന്നതും ആ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ഇവിടുത്തെ പിണറായി വിജയൻ സംസാരിച്ചപ്പോഴും അത് മലപ്പുറംകാരെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാണെന്ന് ഇവിടെ പറയുന്ന ഇടതുപക്ഷ സഹയാത്രികനല്ലാത്ത അൻവർ, നേരത്തെ MLA ആയിരുന്ന അൻവർ ഉൾപ്പെടെയുള്ളവർ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ പിണറായി വിജയനെ പറയുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനകത്ത് പിണറായി വിജയനെ പറഞ്ഞിട്ടോ വെല്ലുവിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല. കാരണം ഒരു കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഇനി കൃത്യമായ കണക്ക് കിട്ടും. അപ്പൊ കൃത്യമായ കണക്ക് കിട്ടുമ്പോൾ ഇപ്പൊ മയക്കുമരുന്ന് കച്ചവടക്കാരോ അല്ലെങ്കിൽ സ്വർണ്ണ കച്ചവടക്കാരനോ അല്ലെങ്കിൽ ഹവാല പണമിടപാടുകാരനോ ഓരോ ജില്ലയിലും ലിസ്റ്റ് തിരിച്ചു നോക്കുമ്പോൾ അതിനകത്ത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ആൾക്കാർ കൂടുതൽ എന്നുണ്ടെങ്കിൽ അത് പത്തനംതിട്ട ജില്ലയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്തരത്തിൽ അവിടെ നിന്നാണ് ആൾക്കാർ കൂടുതൽ കേസുകൾ അവിടെ നിന്നാണ്, കൂടുതൽ പ്രതികളെ അവിടെ നിന്നാണ് കിട്ടുമ്പോൾ അത് മുസ്ലിമിനെ ആക്ഷേപിക്കുന്ന ആണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ മുസ്ലിമിനെ മോശമാക്കാൻ ആണെന്ന് പറയുന്നതിനകത്തൊന്നും കാര്യമില്ല. അപ്പൊ അന്നും ജലീൽ ഈ അഭിപ്രായം പറഞ്ഞാണ്. ഇപ്പൊ ജലീൽ പറയുന്ന അഭിപ്രായത്തിനകത്ത് ഒരു സ്വർണ്ണക്കള്ളക്കടത്തിനെക്കാട്ടും ഹവാല പണം ഇടപാടിനെക്കാട്ടിലും അതിനകത്ത് ടാക്സിന്റെ വിഷയവും അല്ലെങ്കിൽ ആ പൈസ ടെററിസ്റ്റ് സംവിധാനത്തിന് ഉപയോഗിക്കുന്നതിന് ആണെന്ന് പറയുമ്പോഴും അതിനെക്കാട്ടിൽ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ മയക്കുമരുന്ന് മാഫിയ അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടക്കാർ മുസ്ലിം സഹോദരങ്ങളാവുന്നു. അത് പ്രത്യേകിച്ചും മുസ്ലിം സഹോദരങ്ങൾ മദ്രസയിൽ പഠിച്ചത് കൊണ്ടാണ് അത്തരത്തിൽ ആൾക്കാർ ഉണ്ടാവുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതും അല്ലെങ്കിൽ അതിന്റെ മെയിനായിട്ടുള്ള വിതരണക്കാരും എന്ന് പറയുമ്പോൾ അദ്ദേഹം വ്യക്തത വരുത്തി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മദ്രസ അധ്യാപനത്തിൽ ഈ മയക്കുമരുന്ന് കച്ചവടം ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയില്ല. അല്ലെങ്കിൽ അത് നടത്തിയാണെങ്കിൽ പോലും സമൂഹത്തിന് ദോഷം വരുന്ന പ്രവൃത്തിയാണെങ്കിൽ പോലും അതിന് പ്രൊമോഷൻ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ പറയുന്ന പാലാ മെത്രാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഡ്രഗ്
ജിഹാദ് അല്ലെങ്കിൽ ഈ പറയുന്ന ലവ് ജിഹാദ് എന്നൊക്കെ അന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മുഷ്ടി ചുരുട്ടി ഇറങ്ങിയ ആൾക്കാർ, അത്തരത്തിൽ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പം ലവ് ജിഹാദും ഡ്രഗ് ജിഹാദും ഒക്കെ ഉണ്ടെന്ന് മുസ്ലിമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിമെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു ജനപ്രതിനിധി, മന്ത്രിയും അല്ലെങ്കിൽ ഒരു കോളേജ് പ്രൊഫസറും അത്തരത്തിൽ വലിയ ഉയരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവരെ വ്യക്തവർത്തി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് വലിയ ഗൗരവമുണ്ട്. ഈ പറയുന്നത് പോലെ മയക്കുമരുന്ന് വ്യാപനം നടത്തുന്നതിന് വേണ്ടി മുസ്ലിം യുവാക്കൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ, മയക്കുമരുന്ന് വ്യാപനത്തിന്റെ ഏജന്റുമാരായി മലപ്പുറത്തിന് പുറത്ത് കേരളത്തിലുടനീളമുള്ള ആൾക്കാരെ പരിശോധിക്കുമ്പോൾ അതിന്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള കണ്ണി ഈ പറയുന്ന പ്രദേശത്ത് നിന്നാവുമ്പോൾ 2022 1000-ഓളം കേസുകൾ മലപ്പുറത്തു നിന്ന് പിടിക്കുമ്പോൾ 2023 ആകുമ്പോഴത്തേന് അത് 10,000-കണക്കിനാവുകയും അതിനുശേഷം ആ 10,000-കണക്കിൽ നിന്ന് എണ്ണം കൂടിക്കൂടി വരികയും ചെയ്യുകയും ആ പിടിക്കുന്ന ആൾക്കാർ ഒക്കെ ഈ പറയുന്നത് പോലെ 98% മുസ്ലിം സഹോദരങ്ങളാവുകയും ഇവരുടെ കൂടെ പിടിക്കുന്ന സ്ത്രീകളെ ഈ പറയുന്ന മറ്റു സമുദായത്തിൽ നിന്ന് ആകുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ജലീല് പറയുന്നതിനും പാലാമത്രാൻ പണ്ട് പറയുന്നതിനും അകത്തുമൊക്കെ ഒരു കാര്യം ഉണ്ട് എന്ന് വരുന്ന രീതിയിലേക്കാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അതായത് ഇപ്പം നമ്മൾ പറയുമ്പോൾ മിനി പാകിസ്ഥാൻ എന്ന് പല കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനത്ത് ഉള്ളവർ പറയുമ്പോൾ, കേരളം മിനി പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എതിരെ ആവേശം കൊള്ളുമ്പോൾ ഈ പറയുന്ന ഇതേ അവസ്ഥ മദ്രസകളിൽ ഇന്ന് ജലീൽ കേരളത്തിലെ മദ്രസകളിലെ പറ്റി പറഞ്ഞ ആക്ഷേപം ഈ പറയുന്ന പാകിസ്ഥാനിൽ ഉണ്ട്. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു 4-5 മാസം മുമ്പ് പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ലുണ്ട്. പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ലെന്ന് പറഞ്ഞാൽ മദ്രസയിലെ പഠനത്തെ നിയന്ത്രിക്കുന്ന ഒരു ബില്ല്. എവിടാണെന്ന് ആലോചിച്ചോണം. പാകിസ്ഥാൻ പോലെ മതരാഷ്ട്ര സംവിധാനത്തിനകത്ത് മതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതാണ് ഏറ്റവും വലിപ്പത്തിലുള്ളതെന്ന് കണ്ട് അതിന്റെ പ്രബോധനം കൊടുത്തു പോകുന്ന ഒരു രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം മദ്രസ അധ്യാപനമാണെന്ന് കണ്ട് ആ മദ്രസ അധ്യാപനത്തിനകത്ത് നിയന്ത്രണം വരുത്തുന്ന ബില്ല് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പാസ്സാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ആദ്യം ബോംബ് വെക്കുന്നത് പാകിസ്ഥാന്റെ പട്ടാള ക്യാമ്പിലും പാകിസ്ഥാന്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആശുപത്രികൾ, പാകിസ്ഥാന്റെ ഈ പറയുന്ന പോലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഒക്കെയാണ്. അതിന് കാരണം ശരിയായ രീതിയിലുള്ള രാജ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള പഠനമല്ല അവിടെ നിന്ന് ആ വിദ്യാർത്ഥികൾ കൊടുക്കുന്നതെന്നും അവരെ ചില വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ വർഗീയത കുത്തിവെച്ച് ഇറക്കുകയാണ്. ഇത് ലോകത്തിനും രാജ്യത്തിനും ഇത്തരത്തിലുള്ള പഠനം മോശമാണെന്നും അതുകൊണ്ട് അതിനകത്ത് പഠിപ്പിക്കുന്ന സിലബസിനകത്ത് വളരെ കൃത്യതയോടുകൂടി പഠിക്കേണ്ട ഒരു അവസ്ഥയുണ്ടെന്നും അവർ പറയുന്ന സിലബസ് പഠിപ്പിച്ചാൽ മതിയെന്നും പറയുന്ന ഒരു ബില്ലാണ് പാകിസ്ഥാനിൽ നിന്ന് പാസ്സാക്കിയത്. ഇതിനകത്ത് പാകിസ്ഥാന് വെളിയിലുള്ള അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. ലോകരാജ്യങ്ങൾ പറയുന്നത് എവിടെ പൊട്ടിത്തെറിക്കുന്നതിന്റെയും വേര് തേരി ചെല്ലുമ്പോൾ അത് പാകിസ്ഥാനിലാകുന്നു. അപ്പൊ ഇവിടെ ഇന്ത്യയിലകത്ത് എന്ത് അല്ലെങ്കിൽ ടെററിസം നടക്കുന്നു അതിന്റെ വേര് തേരി വരുമ്പോൾ കേരളത്തിലാകുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് പഞ്ചാബിൽ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടെന്നാണ്. മയക്കുമരുന്നിന്റെ ഉപഭോഗവും അല്ലെങ്കിൽ ലോകത്തുള്ള മയക്കുമരുന്ന് കച്ചവടക്കാരെ എല്ലാം പിടിക്കുമ്പോൾ അത് കേരളത്തിൽ നിന്നാകുന്നു. അപ്പൊ ഈ രീതിയിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവരുടെ സാമ്പത്തിക ലാഭത്തിന് ഉപയോഗിക്കുന്നതും അവരുടെ സാമ്പത്തിക ലാഭത്തിന് ഉപയോഗിക്കുന്നതിന്റെ കൂടെ തന്നെ ഇവിടുത്തെ യുവാക്കളെ നശിപ്പിച്ച് ആ രാജ്യത്തിന്റെ ഭാഗമല്ല ഇതാക്കി പോകുന്നതിന് വേണ്ടി മയക്കുമരുന്നിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ കാര്യം ഏറ്റവും കൂടുതൽ നടപ്പായി പോകുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരള സംസ്ഥാനം മാറുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനെതിരെയുള്ള വർത്തമാനമാണ് ജലീൽ പറഞ്ഞിട്ടുള്ളത്. അതിന് അനുകൂലമല്ലാത്ത രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു. മുസ്ലിമിനെ അങ്ങനെ പറയാൻ പാടില്ല. മുസ്ലിമിനെ അങ്ങനെ പറയുന്നതല്ല. ജലീൽ പറഞ്ഞതിനകത്ത് വാസ്തവമുണ്ടെങ്കിൽ ഈ പറയുന്ന 30% വരുന്ന മുസ്ലിങ്ങളുള്ള കേരളത്തിൽ ആ മുസ്ലിങ്ങളെ തിരുത്തി പോകുന്നതിന് വേണ്ടി ഇവിടുത്തെ മുസ്ലിം ലീഗുകാരെ ശ്രമിക്കണം. അല്ലെങ്കിൽ മുസ്ലിമിന് വേണ്ടി കാര്യം പറയുന്ന മതമേലധ്യക്ഷന്മാർ ശ്രമിക്കണം. അല്ലെങ്കിൽ മുസ്ലിമിന്റെ ശരിയായ ഉയർച്ചയും നാടിന്റെ ഉയർച്ചയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവയെ തിരുത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മതമേലധ്യക്ഷന്മാരും ഒക്കെ ശ്രമിക്കണം. അല്ലാതെ ജലീൽ പറഞ്ഞതിനകത്തെ ശരി തെറ്റുകൾ കണ്ട് അല്ലെങ്കിൽ കാണുകയല്ല. മുസ്ലിമിനെ പറഞ്ഞെന്ന് പറഞ്ഞ് ജലീലിനെ ഒറ്റപ്പെടുത്തുകയല്ല. മുസ്ലിമും ജലീൽ പറഞ്ഞ രീതിയിൽ
മയക്കുമരുന്ന് കച്ചവടക്കാരനാവുന്നുണ്ടെങ്കിൽ അത് മദ്രസയിൽ നിന്നുള്ള ആൾക്കാരാണ് അതിൽ കൂടുതൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ മദ്രസ വിദ്യാഭ്യാസത്തിനകത്ത് ആരെങ്കിലും ഇടപെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ മദ്രസ വിദ്യാഭ്യാസം ഇതുപോലെ പിള്ളേരെ ഇല്ലായ്മ ചെയ്യുന്നതിന്, നാടിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസമാക്കി എടുക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ വ്യക്തത വരുത്തിപ്പോയില്ലെങ്കിൽ വെളിയിലുള്ള ആൾക്കാർ പറഞ്ഞപ്പോൾ, മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അരിശം കൊണ്ടത് യാഥാർത്ഥ്യമാകുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഈ കേരളം ഒരു മിനി പാകിസ്ഥാൻ തന്നെ അതിവിദൂരമല്ലാത്ത സമയത്ത് ആകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ ആലോചിച്ച് രാജ്യത്തിന്റെ നേട്ടത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മുസ്ലിം സംഘടനകളും മുസ്ലിം പാർട്ടികളും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും രാജ്യത്തിനും കേരളത്തിനും ഉതകുക.